പത്തനംതിട്ടയിലെ സ്വകാര്യ ബസ് സ്റ്റാൻഡിനെ കുറിച്ച് ഇതിനു മുൻപ് എത്രയോ തവണ നമ്മൾ ചർച്ച ചെയ്തതാണ്. ഒരിക്കലും നന്നാകില്ലെന്ന് കരുതിയ യാർഡിലെ ഈ ഓണക്കാല കാഴ്ച എന്താകും നോക്കാം. സഞ്ജയ്, പത്തനംതിട്ട ബസ് സ്റ്റാൻഡ് എത്തി. അതെല്ലാം മറന്നേക്കൂ. കാലം മാറി, കഥ മാറി. നിർമ്മാണ പ്രവർത്തികളുടെ ആദ്യഘട്ടം പിന്നിടുമ്പോൾ കാഴ്ചകൾ ആകെ മാറിയിരിക്കുകയാണ്. ആകർഷക ചെടികൾ, പുൽത്തകിടി, ലൈറ്റ് സംവിധാനം, ബസ്സുകൾക്ക് ഉള്ളിലേക്ക് കടക്കുന്നതിനും പുറത്തേക്ക് പോകുന്നതിനും പ്രത്യേക വഴികൾ. ബസ് സ്റ്റാൻഡിന്റെ ഉപരിതലമാകെ ടൈൽ വിരിച്ചിട്ടുണ്ട്. വെള്ളക്കെട്ടുണ്ടാകാൻ ഇടയുള്ള ഇവിടെ ഇത് പൊഴിഞ്ഞു പോകുന്നതിന് ക്രമീകരണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അമൃത് പദ്ധതി പ്രകാരമുള്ള പ്രവർത്തികൾക്ക് 4 കോടി രൂപയാണ് ആദ്യഘട്ടത്തിൽ ചെലവായിട്ടുള്ളത്. രണ്ടാം ഘട്ടം കൂടി പൂർത്തിയാകുന്നതോടെ ചെലവ് 10 കോടിയിലെത്തും. വടക്ക് വശത്തേക്ക് നമ്മൾ ഹാപ്പിനെസ് പാർക്ക് കൂടി ഉദ്ദേശിക്കുന്നുണ്ട്. അവിടെ ലോഞ്ച് ചെയ്ത് അത്യാവശ്യം മറ്റ് വൈകുന്നേരങ്ങളിലൊക്കെ ചിലവഴിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് അതിനെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ടേക്ക് എ ബ്രേക്കിന്റെ ഒരു കെട്ടിടമാണ് ഇവിടെ ഇപ്പോൾ പൂർത്തീകരിക്കുന്നത്. തികച്ചും ഒരു നൈറ്റ് ലൈഫ് എന്നതും കൂടി ഉദ്ദേശിച്ചുകൊണ്ട് ഇതിനെ സജീവമാക്കുക. CET റിപ്പോർട്ട് അടിസ്ഥാനപ്പെടുത്തി 1.1 മീറ്റർ ആഴത്തിൽ മണ്ണ് നീക്കം ചെയ്തു. GSP, വൈറ്റ് മിക്സ് എന്നിവ ഈ ഭാഗത്ത് നിറച്ചു. ഉപരിതലം ടൈൽ വിരിക്കുകയും ചെയ്തു. ആകെ 75,000 ചതുരശ്ര അടി വിസ്തൃതമായ ഭാഗത്തെ ജോലികളാണ് പൂർത്തിയായിട്ടുള്ളത്. രണ്ടാം ഘട്ട ജോലികൾ ഡിസംബറിൽ പൂർത്തിയാക്കാനാണ് ആലോചന. CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.